Hi, this is part 2 of the video series on Uncle Podger Hangs a Picture by Jerome K. Jerome. Friends, in this video, we'll discuss the paragraph questions and their answers. Here is paragraph question number 1. Comment on Uncle Podger's attitude after finishing the task. തൻ്റെ ജോലി പൂർത്തിയാക്കിയ ശേഷമുള്ള പോജർ മാമൻ്റെ മനോഭാവത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഒന്ന് ചുരുക്കി പറയാമോ? ഇതാണ് ചോദ്യം. Take a look at the answer. After finally finishing the task of hanging the picture, Uncle Podger's attitude is one of self-satisfaction and pride. ചിത്രം ചുമരിൽ തൂക്കിയിടാനുള്ള തൻ്റെ ജോലി പൂർത്തിയാക്കിയ ശേഷം നമ്മുടെ പോജർ മാമൻ്റെ മനോഭാവം തികഞ്ഞ ആത്മസംതൃപ്തിയും അഭിമാനവുമാണ്. ഹീ ഈസ് പ്ലീസ്ഡ് വിത്ത് ഹിസ് അച്ചീവ്മെൻറ്റ്. തൻ്റെ നേട്ടത്തിൽ അദ്ദേഹം വളരെ സന്തുഷ്ടനാണ്. ഹീ ഓൾസോ ബോസ് അബൌട്ട് ഹിസ് എക്സ്പെർട്ടീസ് ആൻഡ് പ്രൊക്ലെയിംസ് ദാറ്റ് നോ വൺ എൽസ് കുഡ് ഹാവ് ഡൺ ഇറ്റ്. തൻ്റെ വൈദഗ്ധ്യത്തെക്കുറിച്ച് അദ്ദേഹം അഭിമാനിക്കുകയും മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. Despite the chaos and mishaps that occurred before his success, Uncle Podger emerges with his confidence intact. തൻ്റെ വിജയത്തിന് മുൻപ് ധാരാളം കുഴപ്പങ്ങളും അപകടങ്ങളും സംഭവിച്ചെങ്കിലും നമ്മുടെ പോജർ മാമൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുറവുമില്ല. He believes himself to be the hero of the moment. ഈ നിമിഷത്തിൻ്റെ നായകൻ താനാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. ഹിസ് ആറ്റിറ്റ്യൂഡ് റിഫ്ലെക്ട്സ് ഹിസ് ടെൻഡൻസി ടു എക്സാജറേറ്റ് ഹിസ് എബിലിറ്റീസ് ആൻഡ് ഓവർലുക്ക് ദ കൺഫ്യൂഷൻ ഹി കോസ്ഡ്. ഓൾ ദിസ് ആഡ്സ് ടു കോമിക് ഐറണി ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. അദ്ദേഹത്തിൻ്റെ മനോഭാവം സ്വന്തം കഴിവുകളെ പെരുപ്പിച്ച് കാണിക്കുകയും അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ കുഴപ്പങ്ങളെയൊക്കെ അവഗണിക്കുകയും ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഇതെല്ലാം തന്നെ കഥയുടെ അവസാന ഭാഗത്തെ കോമഡി നിറഞ്ഞ വിരോധാഭാസത്തെ വർദ്ധിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. വെൽ, ദിസ് ഈസ് ദി ആൻസർ. നൗ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഡിസ്ക്രൈബ് ദ കമോഷൻ ഇൻ ദ ഹൗസ് വെൻ അങ്കിൾ പോജർ ട്രൈഡ് ടു പുട്ട് അപ്പ് ദ പിക്ചർ. അങ്കിൾ പോജർ ചിത്രം ചുമരിൽ തൂക്കിയിടാൻ ശ്രമിച്ചപ്പോൾ വീട്ടിൽ ഉണ്ടായ ബഹളവും കോലാഹലങ്ങളും ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Now take a look at the answer. The house falls into chaos as Uncle Podger attempts to hang the picture. നമ്മുടെ പോജർ മാമൻ ചിത്രം തൂക്കിയിടാൻ ശ്രമിക്കുമ്പോൾ വീട് അപ്പാടെ അലങ്കോലപ്പെട്ടു കുഴപ്പത്തിലായി. There is frantic searching for tools with Uncle Podger causing more mess in the process. പണിയായുധങ്ങൾക്കായി ഭ്രാന്തമായ തിരച്ചിൽ നടക്കുന്നു. ഇതിനിടെ നമ്മുടെ മാമൻ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു. He breaks a vase and steps on butter and spreads it around. അദ്ദേഹം ഒരു പാത്രം തട്ടി പൊട്ടിക്കുന്നു. വെണ്ണപ്പാത്രം തട്ടി മറിച്ച് താഴെയിടുന്നു. അത് അവിടെ മുഴുവൻ പരന്ന് തറ മുഴുവൻ താറുമാറാകുന്നു. The family members rush around trying to assist him but only add to the confusion. കുടുംബാംഗങ്ങൾ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതൊക്കെ അവിടുത്തെ ആശയക്കുഴപ്പം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതേയുള്ളൂ. There is drilling, hammering and shouting as Uncle Podger struggles with the task. നമ്മുടെ പോജർ മാമൻ അദ്ദേഹത്തിൻ്റെ പണിയുമായി വളരെ ബിസിയാണ്. ഡ്രില്ലിങ്, ചുറ്റിയ കൊണ്ടുള്ള അടി എന്നു വേണ്ട എല്ലാ അലർച്ചയും കോലാഹലങ്ങളുമുണ്ട്. The cat's tail is accidentally pinched by the picture frame. It causes it to dash around the room in a panic. Overall, the scene is one of frenzied activity and a comedic mishaps. അബദ്ധത്തിൽ പൂച്ചയുടെ വാൽ ചിത്രത്തിൻ്റെ ഫ്രെയിം കൊണ്ട് മുറിഞ്ഞു. അക്കാരണം കൊണ്ട് നമ്മുടെ പൂച്ച പരിഭ്രാന്തിയോടെ മുറിക്ക് ചുറ്റും ബഹളം വെച്ചുകൊണ്ട്
ഓടടാ ഓട്ടം. മൊത്തത്തിൽ പറഞ്ഞാൽ ഈ രംഗം ഒച്ചപ്പാടും ബഹളവും കുഴപ്പങ്ങളും എന്ന് വേണ്ട ആകെ ബഹളവും തമാശയും തന്നെ. ഇതാണ് ഉത്തരം. Now, paragraph question number 3. Narrate the incidents that depict the carelessness of Uncle Podger. നമ്മുടെ പോജർ മാമൻ്റെ അശ്രദ്ധയെ ചിത്രീകരിക്കുന്ന സംഭവങ്ങൾ ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Now here is the answer. Uncle Podger's carelessness is evident throughout the story. He carelessly breaks a vase while searching for a hammer and scatters its contents. അങ്കിൾ പോജറിൻ്റെ അശ്രദ്ധ കഥയിലുടനീളം പ്രകടമാണ്. ചുറ്റിക തിരയുന്നതിനിടയിൽ അദ്ദേഹം അശ്രദ്ധമായി ഒരു പാത്രം തകർത്ത് അതിൽ കിടന്ന സാധനങ്ങളെല്ലാം ചിന്നിച്ചിതറി അവിടെ മുഴുവനാക്കുന്നു. Then he accidentally steps on the butter, spreading it across the room. പിന്നെ അയാൾ ആകസ്മികമായി വെണ്ണപ്പാത്രത്തിൽ ചവിട്ടി മുറിയിലാകപ്പാടെ ആ വെണ്ണ വീണ് നാശമാക്കി. While attempting to hammer the nail, Uncle Podger crushes his thumb with the tool. ആണിയടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നമ്മുടെ പോജർ മാമൻ ആ ചുറ്റിയ കൊണ്ട് തള്ളവിരൽ അറിയാതെ അടിച്ച് ചതയ്ക്കുന്നു. He also carelessly drills holes in the wall, creating a mess of plaster and dust. അയാൾ അശ്രദ്ധമായി ഭിത്തിയിൽ ദ്വാരങ്ങൾ തുരന്ന് ആ സിമൻറ്റിൻ്റെയും പൊടിയുടെയും ആകപ്പാടെ അവിടെ കുഴപ്പം സൃഷ്ടിക്കുന്നു. Finally, he unknowingly drops the picture frame on the cat's tail, causing chaos. അവസാനം അയാൾ അറിയാതെ പൂച്ചയുടെ വാലിൽ ചിത്രത്തിൻ്റെ ഫ്രെയിം ഇട്ട് കുഴപ്പമുണ്ടാക്കുന്നു. Each incident shows Uncle Podger's carelessness. It also shows his tendency for creating confusion wherever he goes. ഓരോ സംഭവവും നമ്മുടെ പോജർ മാമൻ്റെ അശ്രദ്ധയെ ആണ് കാണിക്കുന്നത്. എവിടെ പോയാലും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവണതയും ഇത് നമുക്ക് കാട്ടിത്തരുന്നു. ഇതാണ് ഉത്തരം. Now friends, here is the last paragraph question. Explain Aunt Maria's reaction after Uncle Podger had hung the picture. നമ്മുടെ പോജർ മാമൻ ചിത്രം തൂക്കിയിട്ട് വിജയശ്രീലാളിതനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ അമ്മായി മരിയയുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന് ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. Now here is the answer. After Uncle Podger finally hangs the picture, Aunt Maria's reaction is one of relief mixed with disbelief. നമ്മുടെ പോജർ മാമൻ അവസാനം ചിത്രമൊക്കെ തൂക്കി വിജയശ്രീലാളിതനായി കഴിഞ്ഞപ്പോൾ ഒരു വലിയ ആശ്വാസമാണ് നമ്മുടെ ആൻറ്റി മരിയയിൽ കണ്ടത്. ഒപ്പം അവർക്കത് വിശ്വസിക്കാനും കഴിയുന്നില്ല. She expresses astonishment at the fact that the picture is actually up. ആ ചിത്രം ശരിക്കും ചുമരിൽ ഉയർന്നു കഴിഞ്ഞു എന്ന വസ്തുതയിൽ അവർക്കാണെങ്കിൽ ആശ്ചര്യം. This reaction indicates her surprise that Uncle Podger managed to accomplish the task despite his previous bumbling attempts. നമ്മുടെ മാമൻ്റെ ഇതുവരെയുള്ള പൊട്ടത്തരങ്ങൾക്കൊടുവിൽ അവസാനം ഈ കാര്യം നടന്നല്ലോ എന്ന കാര്യത്തിലാണ് അവർക്ക് ആശ്ചര്യം. She declares that the next time Uncle Podger attempts to hammer a nail, she will promptly escape to her mother's house for a week. Aunt Maria implies that his chaotic efforts are best endured from a safe distance. ഇനി അടുത്ത തവണ നമ്മുടെ പോജർ മാമൻ ആണിയടിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആൻറ്റി അന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടും എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഇമാതിരി പണിയൊക്കെ ഒരു സുരക്ഷിതമായ അകലത്തിൽ നിന്ന് കാണുന്നതാണ് നല്ലതെന്ന് നമ്മുടെ മരിയമ്മായി വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉത്തരം. Well friends, this is the end of the video. Thank you for watching. I'll see you soon
with part 3. Till then, bye bye.